COVID-19 എന്ന മഹാമാരി ലോക ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച് അതിന്റെ നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് സീരീസിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത്. ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് കൈകൾ സാനിറ്റൈസ് ചെയ്തും മാസ്ക് ധരിച്ച ആളുകൾ ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറുകയാണ്. അവിടേക്ക് ഡാൻസിന് മേക്കപ്പെട്ടതുപോലെ ഒരു പെൺകുട്ടിയും അവളുടെ അമ്മയും വരുന്നു. കോവിഡ് പ്രോട്ടോകോൾ കാരണം പേരൻസിനെ അകത്തേക്ക് കടത്തിവിടില്ല എന്ന് സെക്യൂരിറ്റി ചെക്കിന് നിൽക്കുന്നവർ പറയുന്നു. മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിലും ആ കുട്ടിയുടെ അമ്മയെ കണ്ടപ്പോൾ ഞാൻ ഹീതു അല്ലേ, കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് ചെക്കിങ്ങിന് നിന്ന പെൺകുട്ടി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവളൊരു സെലിബ്രിറ്റിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവളുടെ മകൾ മിൻചയെ ബാലറ്റ് കോമ്പറ്റീഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. നന്നായി ചെയ്യാൻ പറ്റുമെന്ന ടെൻഷനൊന്നും വേണ്ട, നീ ബാലറ്റിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മാത്രം അവരെ കാണിച്ചാൽ മതി. ഞാൻ വണ്ടിയിൽ നിന്ന് ലൈവായി മത്സരം കണ്ടോളാം എന്ന് ഹീതു മിൻചയോട് പറയുന്നു. ഞാൻ അങ്ങനെ ടെൻഷൻ ആകാതിരിക്കും, ഞാൻ ജയിക്കാനാണ് ഇവിടെ വന്നത് എന്ന് അവൾ പറഞ്ഞപ്പോൾ ജയിക്കുന്നത് ഒരു പ്രശ്നമേ അല്ല എന്ന് ഹീതു പറയുന്നു. അമ്മ ഇങ്ങനെ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകുന്നു. ബാക്ക് സ്റ്റേജിൽ നിന്നപ്പോൾ അവൾക്ക് മുന്നേ അതിമനോഹരമായി ഡാൻസ് ചെയ്ത പെൺകുട്ടിയുടെ പെർഫോമൻസ് അവളുടെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കൂടി നഷ്ടപ്പെടുന്നു. ചെസ് നമ്പർ വിളിച്ചപ്പോൾ അവൾ സ്റ്റേജിലേക്ക് കയറാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഹീതു വണ്ടിയിൽ മകളുടെ പെർഫോമൻസ് കാണാൻ കാത്തിരിക്കുമ്പോഴാണ് ആ കണ്ടസ്റ്റന്റ് നോ ഷോയാണ് എന്ന പ്രഖ്യാപനം വന്നത്. അപ്പോഴേക്കും ഒരു കയ്യിൽ പിടിച്ച ഡ്രസ്സുമായി മിൻചെ പുറത്തെത്തിയിരുന്നു. ഹീതു ഓടി അവൾക്കരികിലേക്ക് ചെന്നപ്പോൾ അമ്മ പോയിക്കോ, ഞാൻ സ്കൂൾ ബസ്സിൽ വന്നോളാം എന്നവൾ പറയുന്നു. ഒന്ന് ട്രൈ ചെയ്ത് പോലും നോക്കാതെ ഉപേക്ഷിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ചോദിച്ച് ഹീതു വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ആൾറെഡി തോറ്റു കഴിഞ്ഞു, ഞാൻ യുൻസോയെ കണ്ടു, അവളുള്ളപ്പോൾ ഞാൻ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല എന്ന് മിൻചെ പറയുന്നു. ജയിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം, ജയിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ഹീതു ചോദിച്ചപ്പോൾ നിർബന്ധമുണ്ട്, ഞാൻ ബാലറ്റ് കിറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ ആ ഡ്രസ് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. അമ്മയുമായി വഴക്കിട്ടതിനാൽ മിൻചെ കുറച്ചു കാലത്തേക്ക് താമസം മുത്തശ്ശിയുടെ വീട്ടിലേക്ക് മാറ്റുന്നു. അവിടെ അമ്മയുടെ റൂം തന്നെയാണ് അവൾക്ക് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഓടിപ്പോകുന്നത് ഈ മുറിയിൽ എത്തിപ്പെടാൻ വേണ്ടിയായിരുന്നു എന്നവൾ സ്വയം ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിക്കൊപ്പം ആഹാരം കഴിക്കുമ്പോൾ നീ 5 വർഷമായി ബാലറ്റ് പ്രാക്ടീസ് ചെയ്യുകയല്ലേ, നീ ഇപ്പോൾ അത് വേണ്ടെന്ന് വെച്ചെന്ന് അമ്മ പറഞ്ഞു, ഇനി എന്താണ് അടുത്ത പ്ലാൻ, നിന്റെ ഡ്രീം എന്താണ് എന്ന് മുത്തശ്ശി അവളോട് ചോദിക്കുന്നു. ഈ വയസ്സായവരുടെ എല്ലാം പ്രശ്നം ഇതാണ്, എന്താണ് നിന്റെ സ്വപ്നം എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് സ്വപ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല, എനിക്കങ്ങനെ ഡ്രീം ഒന്നുമില്ല, എന്തെങ്കിലും ജോലി വാങ്ങിക്കണം എന്നല്ലേ എല്ലാവരും പറയാറ് എന്ന് മിൻചെ പറയുന്നു. ബോറടി മാറ്റാൻ മിൻചെ അമ്മയുടെ മുറിയിലുണ്ടായിരുന്ന പഴയ സാധനങ്ങളെല്ലാം മരിച്ചു പൊറുക്കാൻ തുടങ്ങുന്നു. കൂട്ടത്തിൽ അവൾക്ക് അമ്മയുടെ ഒരു ഡയറി മേശയ്ക്കുള്ളിൽ നിന്ന് കിട്ടുന്നു. അമ്മ അതിൽ നിറയെ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ ഇത് മുഴുവൻ അമ്മ എഴുതിയതാണോ, ഇതെന്തോ പണിഷ്മെന്റ് പോലെ ഉണ്ടല്ലോ എന്ന് അവൾ പറയുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഞാൻ ആ കുട്ടിയെ കാണാൻ പോകുമായിരുന്നു എന്നൊരു പേജിൽ എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോൾ ആ കുട്ടിയോ അമ്മയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരിക്കുമോ എന്ന് ചിന്തിച്ച് മിൻചെ ആകെ എക്സൈറ്റഡ് ആകുന്നു. മുത്തശ്ശി കാണാതെ അവൾ ആ ഡയറി മുഴുവൻ വായിക്കാൻ തുടങ്ങുന്നു. ആ ഡയറിയിലൂടെ നമ്മൾ അവളുടെ അമ്മയുടെ, അതായത് ഹീതുവിന്റെ ടീനേജിലേക്കാണ് പോകുന്നത്. 1998 ജൂലൈ ആണ് കഥ നടക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും ഹീതു ആ കുട്ടിയെ കാണാൻ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് മുഴുവൻ അവൾ അതിന്റെ എനർജിയിലായിരിക്കും. അന്നും ഒരു ശനിയാഴ്ചയാണ്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഉത്സാഹത്തോടെ അവൾ സ്കൂളിലേക്ക് പോകുന്നു. ഹീതു ഒരു ഫെൻസിംഗ് അത്ലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായി അവൾ ക്ലാസ്സിൽ കയറാറുള്ളൂ. പതിവില്ലാതെ അന്ന് അവൾ ക്ലാസ്സിലെത്തിയപ്പോൾ ഇവളെന്താണെന്ന് ക്ലാസ്സിൽ വന്നത്, എക്സാമിന് മാത്രമല്ലേ വരാറുള്ളൂ എന്നൊക്കെ കുട്ടികൾ പരസ്പരം ചോദിക്കുന്നു. എനിക്ക് മിനിമം അറ്റൻഡൻസ് മീറ്റ് ചെയ്യണ്ടേ, നിങ്ങളിങ്ങനെ തമ്മിൽ സംശയം ചോദിക്കാതെ എന്നോട് നേരിട്ട് ചോദിച്ചാൽ പോരെന്ന് സീറ്റിലിരിക്കുന്ന കൂട്ടത്തിൽ ഹീതു അവരോടായി പറയുന്നു. ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷ് ആണ് എന്ന് അടുത്തിരുന്ന കുട്ടി പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഉറങ്ങാൻ പോവുകയാണ്, ടീച്ചർ എന്നെ ഉണർത്താൻ പറഞ്ഞാൽ ഞാൻ ഫെൻസിംഗ് ടീമിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ മതി, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഞാൻ നല്ല മൂഡിലാണ്, എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് അവൾ ഡെസ്കിൽ തലവെച്ച് കിടന്ന് ഉറങ്ങാൻ തുടങ്ങുന്നു. സ്കൂൾ വിട്ടയുടൻ തന്നെ അവൾ ഇറങ്ങി ഓടുന്നുണ്ട്. നിർത്താതെ ഓടുന്നതിനിടയിൽ കാസറ്റും ബുക്കും ഒക്കെ റെന്റിന് കൊടുക്കുന്ന ഒരു ഷോപ്പിൽ കയറി ധൃതിയിൽ ഫുൾ ഹൗസിന്റെ എപ്പിസോഡ് ബുധനാഴ്ച വരില്ലേ, എനിക്കൊരു കോപ്പി വെച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് അവൾ ഓട്ടം തുടരുന്നു. ശനിയാഴ്ച ദിവസം കഴിഞ്ഞാൽ ഹീതുവിനെ ഏറ്റവും ത്രില്ലടിപ്പിക്കുന്ന ഫുൾ ഹൗസ് എന്ന ആ കോമിക് ബുക്കാണ്. ഓടുന്നതിനിടയിൽ വഴിയിൽ IMF-നെതിരെയുള്ള പ്രകടനങ്ങൾ അവൾ കാണുന്നുണ്ട്. 98 കാലഘട്ടത്തിൽ ലോകത്തിന്റെ മുഴുവൻ സമ്പദ്ഘടനയെ പിടിച്ചു കൊടുക്കുന്ന വിധത്തിൽ ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് സൗത്ത് കൊറിയ. അവിടുത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതി ഉണ്ടായി. അതിനെതിരെയുള്ള പ്രകടനങ്ങളാണ് നടക്കുന്നത്. പക്ഷെ ഹീതുവിനെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇതൊക്കെ മുതിർന്നവരുടെ കാര്യമല്ലേ, എനിക്ക് വെറും 18 വയസ്സല്ലേ ഉള്ളൂ, IMF കാരണം എനിക്ക് എന്ത് നഷ്ടപ്പെടാനാണ് എന്ന അവളുടെ ഭാവം. ഹീതു ധൃതിയിൽ ഓടിയെത്തിയത് മറ്റേ സ്കൂളിലേക്കാണ്. മിൻചെ ചിന്തിച്ചതുപോലെ ബോയ് ഫ്രണ്ടിനെ കാണാനായിരുന്നില്ല അവളുടെ വരവ്, മറിച്ച് ഇന്റർനാഷണൽ ലെവലിൽ കൊറിയയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് 17-ാം വയസ്സിൽ ഗോൾഡ് മെഡൽ നേടിയ യൂറിം എന്ന ഫെൻസിംഗ് അത്ലറ്റിനെ കാണാനായിരുന്നു. അവൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നത് ടിവിയിലൂടെ കണ്ടപ്പോൾ ഭക്ഷണം പോലും കഴിക്കാൻ മറന്ന് ഹീതു നോക്കിയിരുന്നിട്ടുണ്ട്. അവൾക്ക് അത്രയ്ക്ക് ആരാധനയാണ് യൂറിമിനോട്. ഫെൻസിംഗിൽ തന്റെ എതിരാളിയായി യൂറിമിനെ കിട്ടണം, അതാണ് ഹീതുവിന്റെ ഏറ്റവും വലിയ സ്വപ്നം. യൂറിം ഫെൻസിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് ഒളിച്ചു നിന്ന് കാണാനാണ് ശനിയാഴ്ച തോറുമുള്ള ഈ വരവ്. യൂറിമിനെ പോലെ തിളങ്ങുന്ന ഒരു സ്റ്റാർ ആവണമെന്നാണ് ഹീതുവിന്റെ ആഗ്രഹം. പക്ഷേ തങ്ങളുടെ രണ്ടുപേരുടെയും ലോകം വ്യത്യസ്തമാണ് എന്ന് അവൾക്ക് നന്നായി അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. തന്റെ ജീവിതമായി യാതൊരു ബന്ധവുമില്ല എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന IMF അവളുടെ ജീവിതത്തിലെ വില്ലനായി മാറിയത്. IMF മൂലമുണ്ടായ സാമ്പത്തിക മാന്ദ്യം ഹീതുവിന്റെ സ്കൂളിനെയും ബാധിച്ചതുകൊണ്ട് ഫെൻസിംഗ് ടീം പിരിച്ചുവിടാൻ സ്കൂൾ തീരുമാനിക്കുന്നു. ഫെൻസിംഗ് വളരെ ചിലവേറിയതായതുകൊണ്ട് സ്കൂളിന് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നാളെ മുതൽ എല്ലാവരും ക്ലാസ്സിൽ പോയി പഠിച്ചോളാൻ കോച്ച് അവരെ അറിയിക്കുന്നു. പക്ഷേ തന്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ തല്ലിക്കെടുത്തുന്നത്
ഹീതുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് എന്ന് ചോദിച്ച് അവൾ കോച്ചിനോട് എതിർക്കുന്നു. നിന്റെ സ്വപ്നങ്ങൾ തകർത്തത് ഞങ്ങൾ ആരുമല്ല, കാലമാണ് എന്ന് പറഞ്ഞ് കോച്ച് അവിടെ നിന്ന് പോകുന്നു. ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും പ്രചാരത്തിലില്ലായിരുന്നെങ്കിലും ഓൺലൈൻ ചാറ്റൊക്കെ അപ്പോഴും ഉണ്ട്. ഹീതുവിന് അങ്ങനെ ഒരു ചാറ്റ് ഫ്രണ്ട് ഉണ്ട്. ആരാണ് എന്താണെന്ന് പരസ്പരം രണ്ടുപേർക്കും അറിയില്ല. പക്ഷേ ഹീതു തന്റെ സന്തോഷവും സങ്കടവും എല്ലാം തുറന്നു പറയുന്നത് ആ ഫ്രണ്ടിനോടാണ്. ഫെൻസിംഗ് ടീം പിരിച്ചുവിട്ടു, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല എന്ന് ഹീതു പറഞ്ഞപ്പോൾ നാഷണൽ ചാമ്പ്യനായ യൂറിമിന്റെ സ്കൂൾ എന്തായാലും ഫെൻസിംഗ് നിർത്തില്ല, അതുകൊണ്ട് അവളുടെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചുകൂടെ എന്ന് അവൻ ചോദിക്കുന്നു. അത് നല്ലൊരു ഐഡിയ ആണ് നമ്മൾക്കും തോന്നുന്നു. ഇനി നമുക്ക് ഹീറോയെ പരിചയപ്പെടാം. ഈ സൈക്കിളും ചവിട്ടി വരുന്നതാണ് നമ്മുടെ ഹീറോ ബേഗ് യൂജിൻ. അവൻ ഈ നാട്ടിൽ പുതിയതായി താമസത്തിനെത്തിയിരിക്കുകയാണ്. താമസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാർട്ട് ടൈം ജോബും കണ്ടെത്തിയിരിക്കുന്നു. പത്രമിടാൻ ലേറ്റായത് എന്താണ്? പത്രം നോക്കിക്കൊണ്ട് ദിവസം തുടങ്ങുന്നവരുടെ മുഴുവൻ കാര്യങ്ങളും ഇത് കാരണം ലേറ്റാക്കുമെന്ന് അറിയാമോ? ഇത് കിട്ടാത്തത് കൊണ്ട് ഞാനിതുവരെ ടോയ്ലറ്റിൽ പോലും പോയിട്ടില്ല എന്ന് പറഞ്ഞ ഒരു അമ്മാവന്റെ വായിൽ നിന്ന് അവൻ രാവിലെ തന്നെ നല്ല ചീത്തവിളി കേൾക്കുന്നുണ്ട്. ഞാനിവിടെ പുതിയ ആളാണ്, ഈ ജോലി ചെയ്യുന്നതും ആദ്യമായാണ്. എല്ലാവർക്കും ഒരു ആദ്യ ദിവസം കാണുമല്ലോ, അതുകൊണ്ട് ഇന്നത്തേക്ക് ക്ഷമിക്കുക, നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ എത്തിക്കാം എന്ന് പറഞ്ഞ് സോറി പറഞ്ഞവൻ പോകുന്നു. ഹീതുവിന്റെ അമ്മ ഒരു ന്യൂസ് ആങ്കർ ആണ്. രാവിലെ അവർ ടിവിയിൽ തന്നെ പ്രോഗ്രാം ഓണാക്കി വെച്ച് കേട്ടുകൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സാമ്പത്തിക മാന്ദ്യം മൂലമുള്ള പ്രശ്നത്തെ നേരിടുന്നതിന്റെ ഭാഗമായി നടക്കുന്ന ഗോൾഡ് കളക്ഷൻ ക്യാമ്പയിന്റെ വിവരങ്ങൾ ന്യൂസിലൂടെ പറയുന്ന കൂട്ടത്തിൽ ഞാനും അതിന് സംഭാവന നൽകി. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കഴിയുന്ന പോലെ നൽകി നാടിനെ സപ്പോർട്ട് ചെയ്യണം എന്നവർ പറയുന്നത് കേട്ടപ്പോൾ അത്ര നേരം ഫെൻസിങ്ങിന്റെ വാളം തുടച്ച് അലസമായിരിക്കുന്ന ഹീതു ചാടി എഴുന്നേറ്റ് മേശയ്ക്കുള്ളിലെ ഒരു ജ്വൽ ബോക്സ് പരിശോധിക്കുന്നു. അതിൽ സ്വർണത്തിന്റെ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. അമ്മ അത് മുഴുവൻ സംഭാവന നൽകിയതായിരിക്കുമെന്ന് കരുതി അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നുണ്ട്. ആ ദേഷ്യത്തോടെയാണ് അവൾ തിരിച്ചിറങ്ങി വന്നതും. ഈ സ്റ്റുപ്പിഡ് IMF കാരണം സ്കൂളിലെ ഫെൻസിംഗ് ടീം പിരിച്ചുവിടുകയാണ്, അതുകൊണ്ട് എന്നെ യൂറിമിന്റെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാമോ എന്ന് അവൾ ചോദിക്കുന്നു. പിരിച്ചുവിട്ടത് നന്നായി, നീ എന്തായാലും ഫെൻസിംഗിൽ ടാലന്റഡ് അല്ല, അപ്പോൾ പിന്നെ വെറുതെ അതിനുവേണ്ടി സമയം കളയാതെ പഠിക്കാൻ ശ്രമിക്കുക എന്നാണ് അമ്മ പറഞ്ഞത്. ഹീതുവിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഈ സമയത്ത് പത്രമിടാൻ വേണ്ടി അവരുടെ വീടിന് മുന്നിലെത്തിയിരിക്കുന്ന ഇജിൻ അവരുടെ വഴക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഫെൻസിങ് വേണ്ടെന്ന് വെക്കുന്നത്? എനിക്കതിൽ കഴിവുള്ളത് കൊണ്ടാണ് ഞാനിത് തുടങ്ങിയത്. എനിക്കിതല്ലാതെ വേറൊന്നും നേടണ്ട. ഇപ്പോൾ എന്റെ പെർഫോമൻസ് മികച്ചതല്ലെങ്കിലും എനിക്ക് ഭാവിയിൽ മുന്നേറാൻ പറ്റും. എനിക്ക് ഫെൻസിങ് ചെയ്തേ പറ്റൂ എന്ന് ഹീതു ദേഷ്യവും സങ്കടവും എല്ലാം കലർന്ന് പറയുന്നു. ഫെൻസിംഗിലെ നിന്റെ കഴിവുകേട് വെറുതെ നാട്ടുകാരെ കൂടി കാണിക്കണ്ട. ട്രാൻസ്ഫറിന്റെ കാര്യമൊക്കെ വിട്ടിട്ട് മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അമ്മ തിരിഞ്ഞു നടക്കുന്നു. ട്രാൻസ്ഫർ ചെയ്യണോ വേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അമ്മ വെറുതെ ഇതിൽ ഇടപെടണ്ട. ഇത്ര നാളും ഇല്ലാത്ത കെയറിംഗ് ഒന്നും ഇപ്പോൾ കാണിക്കണ്ട. പതിവ് പോലെ ഒന്നിലും ഇടപെടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. നിന്റെ തർക്കുത്തരം കുറച്ച് കൂടുന്നുണ്ട്, ഞാൻ എപ്പോഴും കേട്ടുകൊണ്ട് നിൽക്കുമെന്ന് കരുതണ്ട എന്ന് അമ്മ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ഹീതു തിരിഞ്ഞു നോക്കാതെ തന്നെ നിന്നുകൊണ്ട് ഈ സ്റ്റുപ്പിഡ് ഗോൾഡ് ക്യാമ്പയിന് വേണ്ടി അമ്മ വെഡിങ് റിംഗ് വിറ്റില്ലേ എന്ന് ചോദിക്കുന്നു. അത് വെറും ഗോൾഡ് അല്ലേ, കൂടുതൽ സെന്റിമെന്റ്സിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഹീതു തിരിഞ്ഞെന്ന് എനിക്കത് വെറും ഗോൾഡ് അല്ല, അച്ഛന്റെ ഓർമ്മയാണെന്ന് അവൾ പറയുന്നു. ഞാനൊരു പബ്ലിക് ഫിഗർ ആണ് എന്ന കാര്യം മറക്കരുത്. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത് എന്റെ കടമയാണ് എന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങൾ സമൂഹത്തിന് മാതൃകയായ നല്ലൊരു ആങ്കറായി തന്നെ ജീവിച്ചോ. എന്തായാലും വീട്ടിലേക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞവൾ പുറത്തേക്ക് പോകുന്നു. ഹീതുവിന്റെ വീടിന്റെ മുറ്റത്തൊരു ചെറിയ ഫൗണ്ടൈൻ ഉണ്ട്. ചെറിയ ആൺകുട്ടി മൂത്രമൊഴിക്കുന്നത് പോലെ വെള്ളം വരുന്ന ഒരു പ്രതിമയും അവിടെയുണ്ട്. ഇജിൻ റോഡിൽ നിന്നുകൊണ്ട് വലിച്ചെറിഞ്ഞ പത്രം വന്ന് വീണത് മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്ന ചെക്കന്റെ പ്രതിമയിലേക്കാണ്. അതിന് ടാപ്പ് പൊട്ടി വെള്ളം വരുന്നത് കേടാകുന്നു. പത്രം വന്ന് വീണത് ഫൗണ്ടൈനുള്ളിലും. അല്ലെങ്കിൽ തന്നെ ഹീതു നല്ല മൂഡിലായിരുന്നല്ലോ. ഇതുകൂടി ആയപ്പോൾ പിന്നെ പറയണ്ട. അവൾ അലറി വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. അവളുടെ അലർച്ച കേട്ടപ്പോഴുള്ള ഞെട്ടലിൽ ഇജിന്റെ കയ്യിൽ നിന്ന് സൈക്കിൾ താഴെ വീഴുന്നുണ്ട്. ഹീതു ഓടി ഇറങ്ങി വന്ന് നീ ആ മുള്ളിക്കൊണ്ടിരുന്ന ചെക്കനെ വേദനിപ്പിച്ചല്ലോ എന്ന് ചോദിക്കുന്നു. ഇജിൻ അന്തം വിട്ട് ആരെ വേദനിപ്പിച്ചെന്നാണ് എന്ന് ചോദിച്ചപ്പോൾ ആ മുള്ളിക്കൊണ്ടിരുന്ന ചെക്കനെപ്പോൾ മുള്ളാൻ പറ്റുന്നില്ല. ന്യൂസ് പേപ്പർ ഇടരുത് എന്ന് ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് തനിക്ക് കാണാൻ വയ്യേ. അത് കണ്ടില്ലെന്നടിച്ച് അവനെ ഒരു ഷണ്ണനാക്കണമായിരുന്നു എന്ന് ചോദിച്ചവൾ കത്തി കയറുകയാണ്. എജിൻ പക്ഷേ വലിയ മൈൻഡില്ലാത്ത മട്ടിൽ സൈക്കിൾ എടുത്ത് നേരെ വെച്ചിട്ട് ഈ നാട്ടിലെ എല്ലാവർക്കും ഇങ്ങനെ സംസാരിക്കാനേ അറിയുള്ളൂ. നീ ഇങ്ങോട്ട് പരിക്കനായി സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ തിരിച്ചും അങ്ങനെ പറയുന്നതിൽ തെറ്റില്ലല്ലോ. ആളുകൾ പത്രം വേണ്ടെന്ന് പറഞ്ഞാലും പത്രം ഇടണമെന്നുള്ളത് എഴുതി വെച്ചിട്ടുള്ള നിയമമാണ്. ഇനി ആർക്കാണ് മുറിവ് പറ്റിയതെന്ന് മര്യാദയ്ക്ക് പറയാൻ അവൻ പറയുന്നു. ഇത് മുകളിലേക്ക് കൈ ചൂണ്ടി കാണിക്കുന്നു. മുകളിൽ ചെന്ന് പ്രതിമ കണ്ടപ്പോൾ ഈ ഫേക്ക് പ്രതിമയുടെ പേരിലാണോ നീ ഇത്ര ബഹളം ഉണ്ടാക്കിയത്? ഇത് ഫേക്ക് ആണ്, ഇതിന്റെ ഒറിജിനൽ ബ്രസീലിലാണ് എന്നവൻ പറയുന്നു. ഇതിന് ഒറിജിനലൊക്കെ ഉണ്ടോ? ഇത് ഫേക്ക് ആണെങ്കിൽ എന്താ പ്രശ്നം? ഫേക്ക് ആയതുകൊണ്ട് ആ ചെക്കന് മൂത്രമൊഴിക്കാനുള്ള അവകാശമില്ലെന്ന് ചോദിച്ചവൾ വീണ്ടും വഴക്കുണ്ടാക്കുന്നു. നിനക്ക് കോമൺ സെൻസ് ഇല്ലേ? ഒരു പേപ്പർ വീണ് ഈ ലോഹപ്രതിമ പൊട്ടണമെങ്കിൽ അതിന്റെ അർത്ഥം അത് നേരത്തെ തന്നെ പൊട്ടിയിരുന്നായിരിക്കണം. എത്ര രൂപയാണ് നഷ്ടപരിഹാരമായി വേണ്ടതെന്ന് പറഞ്ഞു എന്നവൻ പറയുന്നു. ഞാൻ കാശിന് വേണ്ടിയല്ല ചോദിച്ചത് എന്നവൾ പറഞ്ഞപ്പോൾ പിന്നെ എന്താണ് വേണ്ടത് എന്നവൻ ചോദിക്കുന്നു. എനിക്കറിയില്ല, എനിക്ക് ദേഷ്യം ആരോടെങ്കിലും തീർക്കണമായിരുന്നു, അതാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. സേഫായി വീട്ടിൽ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി നടക്കുന്നു. ഇതെന്ത് ഐറ്റമാണ് എന്ന മട്ടിൽ അവൾ പോയിടത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഇജിൻ താമസ സ്ഥലത്തെത്തിയപ്പോൾ
ഹൗസ് ഓണർ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു മകളുണ്ട്. അവൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. രാത്രി ഒരുപാട് സമയം പഠിക്കുന്ന ശീലം അവൾക്കുണ്ട്. അതുകൊണ്ട് രാത്രി അധികം ശബ്ദം ഉണ്ടാക്കരുത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവൻ വരുന്നതിന് മുമ്പേ സാധനങ്ങൾ അവിടെ എത്തിയതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഒരു പാർട്ട് ടൈം ജോബിനുള്ള ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിന് പോയത് കൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത് എന്നവൻ പറയുന്നു. IMF കാരണം കടക്കണിയിലായ ഒരു കുടുംബത്തിലെ പയ്യനാണ്. അവനൊന്നും കോളേജിലാണ് പഠിക്കുന്നതെങ്കിലും പണം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് കോളേജിൽ പോകാൻ കഴിയുന്ന അവസ്ഥയിലല്ല എന്നുമൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നതിൽ മനസ്സിലാക്കാം. അധിക സൗകര്യങ്ങളൊന്നുമില്ലാത്ത ബാൽക്കണിയിലെ ഒറ്റമുറിയിലേക്ക് കയറിയപ്പോൾ 4 വർഷം മുമ്പ് എല്ലാ സുഖ സൗകര്യങ്ങളും നിറഞ്ഞു നിന്ന തന്റെ മുറിയെക്കുറിച്ച് അവൻ അറിയാതെ ഓർത്തു പോകുന്നുണ്ട്. ഹീതു വന്ന് ബുക്ക് ഷോപ്പിൽ ചെന്നപ്പോൾ ഈജിൻ അവിടെയും ജോലിക്ക് നിൽക്കുന്നത് കണ്ട് നീ ഈ പ്രദേശത്തെ മുഴുവൻ പാർട്ട് ടൈം ജോലികളും ഏറ്റെടുത്തെന്ന് തോന്നല്ലോ. എനിക്ക് ഫുൾ ഹൗസിന്റെ 11th വോളിയം ഒരെണ്ണം തരാൻ അവൾ പറയുന്നു. അതെല്ലാം ഓരോരുത്തർ കൊണ്ടുപോയിരിക്കുകയാണ് എന്നവൻ പറഞ്ഞപ്പോൾ അപ്പോൾ നീ എനിക്കൊരെണ്ണം എടുത്തു വെച്ചില്ലേ? ഞാൻ ഇവിടുത്തെ VIP കസ്റ്റമറാണ് എന്ന് നിന്റെ ബോസ് പറഞ്ഞില്ലേ? എനിക്ക് എന്റെ ടേൺ ആവുന്നത് വരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല എന്നവൾ പറയുന്നു. അവൾ മടക്കി കൊണ്ടുവന്ന ബുക്ക് പരിശോധിച്ച് കൊണ്ടു നിൽക്കുകയായിരുന്ന ഇജിൻ ഒരു പേജിൽ എന്തോ പറ്റി പിടിച്ചിരിക്കുന്നത് കാണിച്ചിട്ട് ഇത് നിന്റെ ആണോ എന്ന് ചോദിക്കുന്നു. തിരികെ കൊണ്ടുവരുന്ന ബുക്സിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, അതിൽ ഇങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം എന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് എന്ന് അവൻ പറയുന്നു. അയ്യ, ഇത് ഞാനൊന്നുമല്ല. ഞാൻ എന്തിനാണ് ഈ പ്രായത്തിൽ ബുക്കിനകത്ത് ഇങ്ങനെ ഓരോന്ന് ഒട്ടിച്ചു വെക്കുന്നത്? എനിക്ക് അങ്ങനത്തെ ശീലമൊന്നുമില്ല എന്നവൾ പറയുന്നു. അവളുടെ ഭാവം കണ്ട് ഈജിൻ ചിരിച്ചുകൊണ്ട് നിനക്ക് പണ്ടേ ആ ശീലം ഉണ്ടായിരുന്നു എന്നിപ്പോൾ ഉറപ്പായി എന്ന് പറയുന്നു. ഹീതുവിന് ദേഷ്യം വരുന്നതിനാൽ പ്രതിമയുടെ കാര്യം പറഞ്ഞ് അവൾ അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഫുൾ ഹൗസിന്റെ 11th വോളിയം തന്നാൽ പ്രശ്നം തീരുമോ എന്നവൻ ചോദിച്ചപ്പോൾ അവൾ സമ്മതിക്കുന്നു. എങ്കിൽ നാളെ വൈകിട്ട് ഇതേ സമയത്ത് വരാൻ അവൻ പറയുന്നു. ഈ സമയത്ത് വരാൻ പറ്റില്ല, കുറച്ചുകൂടി ലേറ്റ് ആകും, പക്ഷെ ഞാൻ ഉറപ്പായും വരും എന്ന് പറഞ്ഞവൾ പോകുന്നു. ഹിതു തുള്ളിച്ചാടി പോയത് യൂറിമിന്റെ സ്കൂളിലേക്കാണ്. അവിടെ പ്രാക്ടീസ് ഫീൽഡിൽ ഒളിഞ്ഞു നോക്കി ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടുത്തെ കോച്ച് യങ് അവിടെ എത്തുന്നു. തന്റെ ആരാധനാപാത്രത്തിന്റെ കോച്ചിനെ നേരിട്ട് കണ്ട് ഹീതു ഒന്ന് ത്രില്ലടിക്കുന്നു. ഞാൻ കോച്ചിനെ കാണാനാണ് ഇന്ന് ഇവിടെ വന്നത് എന്ന് അവൾ വിനയത്തോടെ പറഞ്ഞെങ്കിലും അവർ അത്ര മൈൻഡില്ലാതെ അകത്തേക്ക് കയറി പോകുന്നു. ഞങ്ങളുടെ സ്കൂളിലെ ഫെൻസിംഗ് ടീം പിരിച്ചുവിട്ടു, എന്നെ കൂടി ഇവിടുത്തെ ടീമിൽ ചേർക്കുമെന്ന് അവൾ കോച്ചിന്റെ മുന്നിൽ മുട്ടുകുതിയെന്ന് അപേക്ഷിക്കുന്നു. കോച്ചിനെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫറായി വരാമെന്നും അവൾ അറിയിക്കുന്നു. നിന്നെ കണ്ടാലേ അറിയാം നീ ഒട്ടും കഴിവില്ലാത്ത കൂട്ടത്തിലാണെന്ന്. ഫെൻസിംഗിൽ സ്കില്ലിനാണ് പ്രാധാന്യം എന്ന് കോച്ച് പറയുന്നു. കഴിവില്ലെങ്കിലും എനിക്ക് ഈ ഫീൽഡിൽ നല്ല പരിചയമുണ്ട്, അത് തീർച്ചയായും ഗുണം ചെയ്യും. എന്നെ കൂടി സ്റ്റുഡന്റായി സ്വീകരിക്കണമെന്ന് അവൾ വീണ്ടും പറയുന്നു. കോച്ച് ആദ്യമൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും അവൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്തപ്പോൾ നിനക്ക് ട്രാൻസ്ഫറായി വരാൻ പറ്റുമെങ്കിൽ വാ, ബാക്കി പിന്നീട് ആലോചിക്കാമെന്ന് അവർ സമ്മതിക്കുന്നു. തിരികെ സ്കൂളിലെത്തിയ ഹീതുവിന് ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ ആക്കണം. എന്തായാലും അമ്മ അതിന് സമ്മതിക്കാൻ ലക്ഷണമില്ല. എങ്കിൽ പിന്നെ ഞാൻ തന്നെ അതിനുള്ള വഴി കണ്ടെത്തിക്കോളാം എന്നവൾ തീരുമാനിക്കുന്നു. സ്കൂളിൽ കുറച്ച് വയലൻസ് കാണിച്ചാൽ സ്കൂൾ അധികൃതർ തന്നെ കമ്പൽസറി ട്രാൻസ്ഫർ നിർബന്ധിക്കുമല്ലോ എന്നവൾ ചിന്തിക്കുന്നു. അതിനെ വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെ അവൾ അതുവഴി നടന്നു വന്ന ഒരു സംഘത്തിലെ പെൺകുട്ടിയെ എതിരെ നടന്ന് ഇടിച്ച് മുന്നോട്ട് പോകുന്നു. എന്നിട്ട് തിരിച്ചു വന്ന് നീ ഇപ്പോൾ എന്നെ ഇടിച്ചേതോ എന്ന് ചോദിച്ച് അങ്ങോട്ട് കയറി വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഹീതുവിന്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ആ പെൺകുട്ടി അവളെ തിരിച്ചു കുറെ ഉപദേശിക്കുകയാണ് ചെയ്തത്. നീ ഒരു ഫെൻസിങ് അത്ലറ്റ് അല്ലേ, അത്ലറ്റിന് ബോഡിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് നിനക്ക് അറിയില്ലേ? പരിക്ക് പറ്റാതിരിക്കാൻ എവിടെ പോയാലും ശ്രദ്ധിക്കണം. നാളെ ചിലപ്പോൾ നീ ഇന്റർനാഷണൽ ലെവൽ മെഡൽ വാരിക്കൂട്ടാനുള്ളതാണെങ്കിലോ? നിന്റെ തോളിൽ ഇങ്ങനെ വേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആ കുട്ടി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹീതുവിന്റെ ഫസ്റ്റ് പ്ലാൻ പക്ക ഫെയിലാകുന്നു. അന്ന് തന്നെ അവൾ ടോയ്ലറ്റിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് പുറത്ത് 3-4 പെൺകുട്ടികൾ ക്ലബിൽ വെച്ച് അവരോട് ചൊറിയാൻ ചെന്ന മറ്റൊരു സ്കൂളിലെ സംഘത്തിനെ ശരിയാക്കുന്ന കാര്യം പറഞ്ഞ് പുറപ്പെടുന്നത്. ട്രാൻസ്ഫർ ആക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം കൂട്ടത്തിൽ പങ്കാളിയാകുക എന്നതാണ് എന്ന് ചിന്തിച്ച് അവരറിയാതെ ഹീതു അവരെ പിന്തുടരുന്നു. ഇതൊരു പ്രശ്നമാകണമെങ്കിൽ പോലീസുകാരറിയണ്ടേ? അതിന് അവൾ തന്നെ പോലീസിനെ വിളിച്ച് ഈ സ്ഥലത്തൊരു കൂട്ടേടി നടക്കാൻ പോവുകയാണ്, എത്രയും പെട്ടെന്ന് എത്തണമെന്ന് അറിയിക്കുന്നു. ഹീതുവിന്റെ സ്കൂളിന്റെ എതിർട്ടീം കുട്ടികളെ കൂടാതെ എക്സ്ട്രാ 2 ഗുണ്ടകളെയും കൂട്ടിയാണ് തല്ലുണ്ടാക്കാൻ വന്നത്. ഗ്യാങ് ലീഡേഴ്സ് തമ്മിൽ 1-2 പറഞ്ഞു തുടങ്ങി ആടി ഒരു കൂട്ടാടിയാകാൻ നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. ഹീതു മാറി നിന്നതെല്ലാം കാണുകയാണ്. പോലീസ് വരുന്നതിന് മുമ്പ് താനും അതിൽ പങ്കാളിയാണ് എന്നറിയിക്കാൻ ബാഗൊക്കെ ഊരി നിരത്തിട്ട് ഡ്രസ്സൊക്കെ ഉഴപ്പി അവൾ റെഡിയായി നിൽക്കുമ്പോഴാണ് ഗുണ്ടകളിൽ ഒരുത്തൻ അവളുടെ സ്കൂളിലെ ഗ്യാങ്ങിന്റെ ലീഡറിന്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് ഉപദ്രവിക്കുന്ന അവൾ കണ്ടത്. പിന്നെ അവൾക്ക് കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. കയ്യിൽ കിട്ടിയ ഒരു കുടയും എടുത്ത് ഫെൻസിങ്ങിന്റെ വാൾ ഉപയോഗിക്കുന്ന പോലെ കുട വെച്ച് അവളുടെ പ്രകടനം നടത്തുന്നു. ഗുണ്ടയ്ക്ക് അവളുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുന്നുണ്ട്. 2 ഗ്യാങ് മെമ്പേഴ്സും ഹീതുവിന്റെ പ്രകടനം കണ്ട് അന്തം വിട്ട് തങ്ങളുടെ തല്ലൊക്കെ അവസാനിപ്പിച്ച് കണ്ടു നിൽക്കുകയാണ്. ഇന്നിവിടെ അടി ഉണ്ടാക്കേണ്ടത് ഞാനാണ്, നീ വെറുതെ എന്റെ റോൾ തട്ടിയെടുത്ത് എന്റെ പ്ലാൻ മുഴുവൻ ഫെയിലാക്കാനുള്ള പുറപ്പാടാണ് എന്നവൾ ഗുണ്ടയോട് ചോദിക്കുന്നു. അപ്പോഴേക്കും പോലീസിന്റെ വിസിലടി കേൾക്കുന്നു. ഹീതു ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അത് കേട്ടപ്പോഴേ ഓടി രക്ഷപ്പെടുന്നു. ഹീതു എന്നെ പിടിച്ചോ സാറേ എന്നും പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു പോലീസുകാരൻ ഓടി അവൾക്കരികിലേക്ക് വന്ന് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിച്ചിട്ട് അവളെ വിട്ട് ബാക്കിയുള്ളവരോട് പുറകെ ഓടുന്നു. അപ്പോഴാണ് പിടിക്കപ്പെടണമായിരുന്നെങ്കിൽ ഓടണമായിരുന്നു എന്ന ബോധം ഹീതുവിന് വന്നത്. അവളുടെ ആ പ്ലാനും ഫെയിലാകുന്നു. രണ്ടാമത്തെ പ്ലാനും ഫെയിലായതിന്റെ നിരാശയോടെയാണ് ഹീതു വന്ന് യൂറിമിന്റെ സ്കൂളിലെത്തിയത്. നിന്റെ ലോകത്തേക്ക് വരാൻ ഇത്രയും ബുദ്ധിമുട്ടാണോ എന്ന് ജനലിലൂടെ യൂറിമിനെ ഒളിഞ്ഞു നോക്കുന്നതിനിടയിലാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. ഹീതു വേഗം കുടയും എടുത്ത് അങ്ങോട്ട് ഓടുന്നുണ്ട്. യൂറിം കുടയില്ലാത്തത് കാരണം പ്രാക്ടീസ് കഴിഞ്ഞ് പോകാൻ കഴിയാതെ വാതിൽക്കൽ നിൽക്കുകയാണ്. ഹീതു കുടയും കൊണ്ട് ഓടിയത് എന്തിനാണെന്നോ അവൾ ടെറസിന് മുകളിലെത്തി കുട നിവർത്തി താഴേക്ക് പറത്തി വിടുന്നു. തന്റെ ആരാധനാപാത്രത്തിന് മഴ തരാതെ വീട്ടിലേക്ക് പോകാൻ. മുന്നിലേക്ക് ഒരു കുട പറന്നിറങ്ങുന്നത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് യൂറിം. മഴ തന്നെയാതെ അതെടുത്തോളാൻ ഹീതു മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നു. യൂറിം ഓടി വന്ന് കുടയെടുക്കുന്നത് കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് ഒളിക്കുന്നുണ്ട്. ആരാണെന്ന് യൂറിം വിളിച്ചു ചോദിച്ചപ്പോൾ ഞാനൊരു ഫാനാണ് എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് തന്നെ ഹീതു മറുപടി നൽകുന്നു. യൂറിം സന്തോഷത്തോടെ അവൾക്ക് താങ്ക്സ് പറഞ്ഞ് കുടയുമായി പോകുന്നു.
കോരിച്ചൊരിയുന്ന മഴയിൽ നനഞ്ഞു കുതിരുകയാണെങ്കിലും ഹീതുവിന്റെ അപ്പോഴത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. യൂറിൻ, നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യ്, ഞാൻ ഉടനെ നിന്റെ അടുത്തെത്തും എന്ന് പറഞ്ഞ് അവൾ തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്നുണ്ട്. അതിന്റെ ആവശ്യത്തിൽ അന്ന് തന്നെ ഹീതു തന്റെ അടുത്ത പ്ലാനുമായി ഒരുങ്ങിയിറങ്ങുന്നു. അമ്മയുടെ ഡ്രസ്സും മേക്കപ്പൊക്കെ അണിഞ്ഞ് അവൾ ഒരു നൈറ്റ് ക്ലബിലേക്ക് പോകുന്നു. അവിടുത്തെ ഡാൻസും പാട്ടും മദ്യവും സിഗരറ്റും പിന്നെ ഈ മൈനറും കൂടിയാകുമ്പോൾ പക്ക പെർഫെക്റ്റ് ടൈം ആകും. എന്തായാലും ഇന്നെന്തെങ്കിലും സംഭവിക്കാതിരിക്കില്ല എന്ന് ചിന്തിച്ചാണ് അവൾ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അകത്ത് കയറി കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പോലീസുകാരെ ഒന്നും കാണാത്തതിനാൽ ഇതെന്ത് രാജ്യമാണ്? ഒരു മൈനർ ക്ലബിലെത്തിയിട്ടും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് പറഞ്ഞ് കൈ ആവേശത്തോടെ നീട്ടിയപ്പോഴാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് അവളുടെ കയ്യിൽ പിടുത്തമിട്ടത്. അയാൾ അവളെ ഒരു മുറിയിലേക്ക് കൊണ്ടു ചെന്നാക്കുന്നു. അതിനകത്തേക്ക് കയറിയപ്പോഴേ സിഗരറ്റിന്റെ സ്മെല്ലും പുകയും കാരണം അവൾ ചുമയ്ക്കുന്നുണ്ട്. അകത്ത് കുറേ പേർ ഇരിക്കുന്നു. കൂട്ടത്തിൽ ഈജിനെ കണ്ട് അവളൊന്ന് സ്റ്റക്കാവുന്നുണ്ട്. അവനും അവളെ കണ്ട് നമ്പരക്കുന്നു. നീ ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നല്ലോ, അമ്മയുടെ ഡ്രസ്സും എടുത്തിട്ടുണ്ട് വന്നിരിക്കുകയാണല്ലേ എന്ന് അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ ചോദിച്ചെങ്കിലും ഞാൻ സ്റ്റുഡൻ്റ് ഒന്നുമല്ല എന്ന് അവൾ പറയുന്നു. എങ്കിൽ ഇവിടെ വന്നിരിക്കാൻ ഒരാൾ പറഞ്ഞപ്പോൾ ഹീതു രണ്ടും കളിപ്പിച്ച് അവിടെ പോയിരിക്കുന്നു. അവളുടെ പ്രായത്തെക്കുറിച്ച് പിന്നെയും കൂട്ടത്തിൽ അയാൾ സംശയം ചോദിച്ചപ്പോൾ ഹീതുവിനെ അടുത്ത് വിളിച്ചിരുത്തിയവൻ, മൈനർ ആണെങ്കിൽ തന്നെ നിനക്കെന്ത് വേണം? അവൾക്ക് മുതിർന്നവരുടെ ലോകം എങ്ങനെയാണെന്നറിയാൻ നേരത്തെ കൗതുകം തോന്നിയിട്ടല്ലേ? അവൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഹീതുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്കത് കുടിക്കാമല്ലോ അല്ലേ എന്ന് പറഞ്ഞ് ഹീതു മുന്നിലിരുന്ന ബിയർ എടുത്ത് ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്തിരുന്നവൻ അത് കയ്യിൽ വാങ്ങിയിട്ട് ആണുങ്ങൾ ഒഴിച്ചു തരാൻ അനുവദിക്കേണ്ടത് ഒരു മര്യാദയാണെന്ന് പറഞ്ഞ് അവളുടെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഹീതു അത് കുടിക്കുന്നതിന് മുമ്പേ അതുവരെ മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഈജിൻ അത് വാങ്ങി കുടിക്കുന്നു. വെറുതെ മൂട് കളയാതെ ഇവളെ പുറത്തേക്ക് പറഞ്ഞു വിടാൻ മറ്റവനോട് പറയുന്നുണ്ട്. അവന്റെ മുഖത്തെ ഗൗരവം കണ്ട് എല്ലാവരും നോക്കിയപ്പോൾ വെറുതെ മദ്യം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാണെന്ന് ഈജിൻ വഴക്കൊഴിവാക്കാനായി പറയുന്നു. നിന്റെ ഫാമിലി കടക്കണിയിലായതിനു ശേഷം നീ കുറച്ച് തറയായിട്ടുണ്ട്, വിഷമിക്കണ്ട. എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന നിന്നെ പോലെ ഒരുത്തനെ കൊണ്ട് ഞാൻ ബില്ലടപ്പിക്കില്ല. നീ എന്നോട് എന്തോ സഹായം ചോദിക്കാൻ വന്നല്ലേ, നീ ചോദിക്കുന്നില്ലേ? നിനക്ക് പറ്റില്ല അല്ലേ? നിന്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ ഈജിനെ ആക്ഷേപിക്കുകയാണ്. ഹീതു എന്താ പറയാൻ തുടങ്ങിയപ്പോൾ നീ മിണ്ടാതെ കുടിക്കാൻ നോക്കുകയെന്ന് അവൻ പറയുന്നു. അവൾ വീണ്ടും ഒരു ഗ്ലാസ് എടുത്തപ്പോൾ ഈജിൻ പിന്നെയും അത് വാങ്ങി തിരികെ വെച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് ഹീജുവിനോട് എഴുന്നേൽക്കാൻ പറയുന്നു. നീ പോയിക്കോ, എനിക്കിവിടെ കുറച്ച് പരിപാടിയുണ്ട് എന്നവൾ രഹസ്യമായി പറഞ്ഞെങ്കിലും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ബലമായി കൊണ്ടുപോകാൻ തുടങ്ങുന്നു. പക്ഷെ മറ്റവൻ കാലെടുത്ത് ടീപ്പോയിലേക്ക് വെച്ച് അവരെ തടഞ്ഞിട്ട് നീ എവിടെ പോകുന്നു, അവിടെ ഇരിക്കാൻ ഈജിനോട് പറയുന്നു. നിനക്ക് ഇത് എന്തിന്റെ പ്രശ്നമാണെന്ന് വേറൊരുത്തൻ അവനോട് ചോദിച്ചപ്പോൾ കടക്കണിയിലായ ഒരു കോടീശ്വരന്റെ മകനോടുള്ള എന്റെ കോംപ്ലക്സ് ആണ് എന്നവൻ പറയുന്നു. ഈജിൻ അവന്റെ കാല് തട്ടി മാറ്റി ഹീതുവിനെയും പിടിച്ചു വലിച്ച് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു മൈനർ ക്ലബിൽ വന്നുവെന്ന വിവരം ഞാൻ പോലീസിൽ വിളിച്ചു പറയും എന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഹീതു പ്രതീക്ഷയോടെ തിരിഞ്ഞെന്ന് ദേവി ചെന്നൊന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുന്നു. കൊള്ളാമല്ല, അവളും വിളിക്കാനാണ് പറയുന്നത്. നിനക്ക് എന്ത് തോന്നുന്നു അവൻ ഈജിനോട് ചോദിക്കുന്നു. ഞാൻ വളരെ പ്ലാൻ ചെയ്ത് വന്നതാണ്, വെറുതെ കുളമാക്കല്ലേ എന്ന് ഹീതു അവനോട് രഹസ്യമായി പറയുന്നു. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടല്ലേ, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഞാൻ പറയാതെ ഇവിടെ നിന്ന് പുറത്തു പോകരുത്, അല്ലെങ്കിൽ ഞാൻ പോലീസിൽ വിളിച്ചു പറഞ്ഞ് അവളെ അറസ്റ്റ് ചെയ്യിക്കും എന്ന് അവൻ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. എങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് തന്നെ ഇവിടെ നിന്ന് പോയേക്കാം എന്ന് പറഞ്ഞ് ഈജിൻ അവിടെ ഉണ്ടായിരുന്ന ഫയർ അലാമിൽ അടിക്കുന്നു. അലാറം മുഴങ്ങിയതോടെ പുറത്തുണ്ടായിരുന്നവരെല്ലാം ബഹളം വെച്ച് ഓടാൻ തുടങ്ങുന്നു. വേഗം രക്ഷപ്പെടാൻ ഒരു സ്റ്റാഫ് അവരുടെ മുറിയിലും വന്ന് പറയുന്നുണ്ട്. ഈജിനെ എതിർത്തവൻ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് വീട് വിട്ടിറങ്ങിയ ശേഷം നീ ആകെ മാറിപ്പോയെന്ന് പറഞ്ഞപ്പോൾ ആരാണ് മാറിയത്? ഞാനോ? എൻ്റെ കുടുംബം കടക്കണിയിലായതുകൊണ്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം ആളുകളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ്. ആദ്യം മുതലേ നീ ഇങ്ങനെ തന്നെ എന്നെ ട്രീറ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ. നമ്മൾ ഫ്രണ്ട്സാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്തായാലും തനിനിറം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് ഈജിൻ ഹീതുവിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. വേറൊരു വഴിയിലൂടെ അവൻ അവളെ പുറത്തെത്തിച്ചിട്ട് ഏതെങ്കിലും ബസ്സിൽ കയറി വീട്ടിൽ പോകാൻ പറഞ്ഞ ശേഷം മുന്നോട്ട് നടക്കുന്നു. നിനക്ക് എന്തിനാ പ്രശ്നമാണ്? നീ ഇതെന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് പ്ലാൻ തകർന്നതിന്റെ നിരാശയോടെ ഹീതു പുറകിൽ നിന്ന് വിളിച്ചു വെച്ചപ്പോൾ അവൻ തിരിഞ്ഞു നിന്നിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നത്? വീട്ടിൽ നിന്ന് ഫുൾ ഹൗസ് വായിക്കുന്ന നല്ല കുട്ടി പുറത്തിറങ്ങി ഇങ്ങനെ താന്തോന്നിയായി നടക്കുന്നത് എന്തുദ്ദേശിച്ചാണെന്ന് അവൻ ചോദിക്കുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? എന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്താണ് ഞാൻ ഇന്നിവിടെ വന്നത് എന്നവൾ ദേഷ്യത്തിൽ വിളിച്ചു പറയുന്നു. ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ക്ലബിൽ വന്ന് മദ്യപിച്ച് ആൺകുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നതാണോ നിന്റെ പ്ലാൻ? നീ എന്താ അറസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നു. അതെ, അത് തന്നെയായിരുന്നു എന്റെ ഉദ്ദേശം. എന്നെ ക്ലബിൽ വെച്ച് പിടിച്ചു കഴിയുമ്പോൾ അവർ എന്റെ സ്കൂളിൽ വിളിച്ച് വിവരം അറിയിക്കും. സ്കൂളുകാർ അപ്പോൾ എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ നിർബന്ധിക്കും എന്ന് തന്റെ മാസ്റ്റർ പ്ലാൻ അവൾ വിവരിക്കുന്നു. സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്? കൊള്ളാം. നിയമം എന്തിനാണ് ഒരു മൈനറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നിനക്കറിയാമോ? കാരണം നിങ്ങളുടെ ചിന്താശേഷി വളരെ കുറവാണ്. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് നീ ചിന്തിച്ചത്? നീ ചിന്തിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടക്കുമെന്നാണോ നീ കരുതുന്നത്? ചാൻസ് ഇല്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നാൽ നീ ജീവിതത്തിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത പലതും ഇവിടെ സംഭവിച്ചെന്നിരിക്കും. കാരണം മോശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും ചിന്താഗതി തമ്മിൽ രണ്ട് ലോകങ്ങളുടെ അത്ര വ്യത്യാസം കാണും എന്നവൻ പറയുന്നു. പിന്നെ ഞാൻ എന്ത് വേണം? ഒറ്റ രാത്രി കൊണ്ട് എന്റെ സ്വപ്നങ്ങൾ മുഴുവൻ ഇല്ലാതായി. ഫെൻസിംഗ് ടീം പിരിച്ചുവിട്ടു. കോച്ചും അമ്മയും എല്ലാം ഫെൻസിംഗ് മതിയാക്കിയിട്ട് പഠിക്കാൻ പറയുന്നു. ഫെൻസിംഗ് ചെയ്യാൻ പറ്റില്ല എന്നത് എന്നെ ഭ്രാന്തി പിടിപ്പിക്കുകയാണ്. കാലമാണ് എന്റെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയെന്നാണ് കോച്ച് പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ കാലത്തിന് എന്താണ് ഇത്ര മഹത്വമുള്ളത് എന്ന് അവൾ ചോദിക്കുന്നു. കാലം നിമിഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ സ്വപ്നം മുഴുവൻ തട്ടിയെടുത്ത് കൊണ്ടുപോയേക്കാം. സ്വപ്നം മാത്രമല്ല, പണവും കുടുംബവും വരെ അതില്ലാതാക്കിയേക്കാം. ചിലപ്പോൾ ഒറ്റയടിക്ക് മൂന്നും നഷ്ടപ്പെട്ടേക്കാം. നിന്റെ ഇന്നത്തെ പ്ലാൻ തകർന്നത് ഞാൻ കാരണമല്ല, അതൊരു മോശം പ്ലാൻ ആയതുകൊണ്ടാണ്. പുതിയൊരു പ്ലാൻ കണ്ടെത്താൻ നോക്ക് എന്ന് പറഞ്ഞവൻ തിരിഞ്ഞടക്കുന്നു. പക്ഷെ എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞെന്ന് നമ്മൾ തമ്മിൽ ഒരു ഇടപാട് ബാക്കിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട്
ബുക്ക് സ്റ്റാളിൽ പോയി ഫുൾ ഹൗസിന്റെ പുതിയ വോളിയം അവൾക്ക് എടുത്തു കൊടുക്കുന്നു. അത് കിട്ടിയപ്പോൾ ഹീതുവിന്റെ മുഖം കുറച്ചും തെളിയുന്നുണ്ട്. നേരത്തെ അവൻ കാര്യമായ ഉപദേശങ്ങളൊക്കെ തന്നതുകൊണ്ട് നിനക്ക് എത്ര വയസ്സായി എന്ന് അവൾ ചോദിക്കുന്നു. 22 എന്ന് അവൻ പറഞ്ഞപ്പോൾ ഹീതു ശരിക്കും ഞെട്ടുന്നു. ഞാൻ 20 വരെ പ്രതീക്ഷിച്ചുള്ളൂ. സോറി ചേട്ടാ, ഞാൻ ഇത്രയും മര്യാദയില്ലാതെ സംസാരിച്ചു പോയി എന്ന് അവൾ പറയുന്നു. അത് സാരമില്ല, ഇനി മുതൽ ബഹുമാനത്തോടെ സംസാരിച്ചാൽ മതി എന്ന് അവൻ പറഞ്ഞപ്പോൾ അയ്യേ അതങ്ങനെ ശരിയാകും, നമ്മൾ ഇത്രയൊക്കെ അടുത്ത് പോയില്ലേ എന്ന് അവൾ പറയുന്നു. നിന്റെ സ്വപ്നങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ നീ തിരഞ്ഞെടുത്ത വഴി തെറ്റായി പോയെങ്കിലും അത് നേടിയെടുക്കണമെന്ന് നിന്റെ ആഗ്രഹം വളരെ നല്ലതാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇത്ര നാളും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിനക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എന്താണ് എന്നാണ് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ ഞാനും അങ്ങനെയാണ് ചിന്തിച്ചു നോക്കാൻ പോകുന്നത് എന്നവൻ പറയുന്നു. നീ കടക്കണിയിലായി എന്ന് പറഞ്ഞത് സത്യമാണോ എന്ന് അവൾ ചോദിക്കുന്നു. മൊത്തത്തിൽ കടത്തിലാണെന്ന് അവൻ പറഞ്ഞപ്പോൾ എന്തായാലും ചെറുപ്പത്തിൽ കടത്തിലായത് നന്നായി. 60 വയസ്സാവാറൊക്കെ ആകുമ്പോഴായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. അങ്ങനെ അത് എന്റെ അച്ഛനാണ്, അതുകൊണ്ട് എനിക്ക് അവരുടെ സഹായം ചോദിക്കാൻ കഴിയില്ല. പക്ഷെ നിന്നെ സഹായിക്കാൻ കഴിയുന്നവർ നിനക്ക് ചുറ്റും ഇപ്പോഴും കാണും എന്നെനിക്കറിയാം. അത് ഈ പ്രായത്തിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ റൈറ്റ് ആണ്. പാഴാക്കി കളയാതെ അത് ആസ്വദിക്കാൻ നോക്കുന്നവൻ പറയുന്നു. ശരിയാണെന്ന് ഹീതു സമ്മതിക്കുന്നുണ്ട്. ഫുൾ ഹൗസിലെ നിന്റെ പ്രിയപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന് അവൻ ചോദിച്ചപ്പോൾ മെയിൻ ലീഡായ റൈഡർ ആണ് എന്നവൾ പറയുന്നു. പെൺപിള്ളേർക്കെല്ലാം കാശുള്ള ചെക്കന്മാരോടാണ് ഇഷ്ടം എന്നവൻ പറഞ്ഞപ്പോൾ അവനെ കാണാൻ സുന്ദരനായതുകൊണ്ടാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. ഈജൻ അവളെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് നിന്റെ പേരെന്താണ്, എനിക്ക് ഇവിടുത്തെ രജിസ്റ്ററിൽ എഴുതണമെന്ന് പറയുന്നു. ഹീതു പേര് പറഞ്ഞിട്ട് നിന്റെ പേരെന്താ ഇങ്ങോട്ടേക്ക് ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കേണ്ട മര്യാദ ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുന്നു. അവൻ പേര് പറഞ്ഞപ്പോൾ ന്യൂസ് പേപ്പർ വേണ്ട എന്ന് പറഞ്ഞത് ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നു. വീട്ടിലെത്തിയ ശേഷം ചാറ്റ് ഫ്രണ്ടിനോട് എനിക്ക് പ്രശ്നങ്ങളിലെല്ലാം ചെന്ന് തലയിടാനുള്ള ഗട്ട്സ് ഉണ്ട്, പക്ഷെ അമ്മയോട് ചോദിക്കാൻ മാത്രം ധൈര്യമില്ല എന്ന് പറഞ്ഞ് അന്നത്തെ സംഭവങ്ങളെല്ലാം പറയുന്നു. എവിടെയാണ് താമസിക്കുന്നതെന്ന് ഫ്രണ്ട് ചോദിച്ചെങ്കിലും അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തമ്മിൽ സംസാരിക്കേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ, അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമുക്കത്ര ഓപ്പൺ മൈൻഡഡായി സംസാരിക്കാൻ കഴിയണമെന്നില്ല എന്ന് ഫ്രണ്ട് തന്നെ പറയുന്നു. അത് ശരിയാണെന്ന് ഹീതു സമ്മതിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവൾ അമ്മയോട് ഒന്നുകൂടി സംസാരിച്ച് നോക്കുന്നുണ്ട്. ട്രാൻസ്ഫറിന്റെ കാര്യം ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ്. ഈ രീതിയിൽ ഫെൻസിംഗ് മതിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പെർഫോമൻസ് മോശമാണെന്ന് എനിക്കറിയാം, എന്നാലും മെച്ചപ്പെടുത്താൻ ഞാൻ നന്നായി ട്രൈ ചെയ്യുന്നുണ്ട്, എന്നെ സഹായിക്കണമെന്ന് അവൾ അമ്മയോട് പറയുന്നു. നീ ട്രൈ ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിച്ച് അമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോയ അവൾ തലേ ദിവസം ധരിച്ച ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് മുന്നിലേക്ക് ഇട്ടിട്ട് ഇതിട്ടുകൊണ്ട് നീ എങ്ങോട്ടാണ് പോയത്? എന്റെ മേക്കപ്പും യൂസ് ചെയ്തിരിക്കുന്നല്ലോ, ഈ ഡ്രസ്സിൽ മദ്യത്തിന്റെയും സിഗരറ്റിന്റെയും മണം വരണമെങ്കിൽ നീ എങ്ങോട്ടാണ് ഇതുമിട്ട് പോയത് എന്നവർ ചോദിക്കുന്നു. നൈറ്റ് ക്ലബിലേക്കാണ് എന്നവൾ പറഞ്ഞപ്പോൾ നിനക്ക് ഭ്രാന്തായോ എന്ന് അമ്മ ചോദിക്കുന്നു. എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ക്ലബിൽ ചെന്ന് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് സ്കൂൾ ട്രാൻസ്ഫർ ചെയ്യാനായിരുന്നു എന്റെ പ്ലാൻ എന്നവൾ പറയുന്നു. പക്ഷെ അമ്മ അത് വിശ്വസിക്കാൻ തയ്യാറാക്കുന്നില്ല. നീ ഫെൻസിങ് ചെയ്തു തുടങ്ങിയപ്പോൾ നീ മിടുക്കിയാണ്, നിനക്കതിൽ നല്ല ഭാവിയുണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞതാണ്. പക്ഷെ ഇത്ര വർഷമായിട്ട് നിനക്ക് എന്തെങ്കിലും ആവാൻ കഴിഞ്ഞോ? നിന്റെ കൂടെ ചെയ്തു തുടങ്ങിയതൊക്കെ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? നീ എവിടെ നിൽക്കുന്നു? കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് പകരം നീ നൈറ്റ് ക്ലബിലും കയറി ഈ കോമിക് ബുക്കും വായിച്ച് സമയം കളഞ്ഞിട്ട് ഇപ്പോൾ ട്രാൻസ്ഫർ ആകണമെന്ന് പരാതി പറയാൻ നിനക്ക് നാണമില്ല എന്ന് പറഞ്ഞ് മേശപ്പുറത്തിന്റെ ഫുൾ ഹൗസിന്റെ ബുക്ക് വലിച്ചു കീറി അവർ ജനലിലൂടെ പുറത്തേക്ക് എറിയുന്നു. ആ ബുക്ക് കീറിക്കളയാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി? ആ ബുക്കിനേക്കാൾ മികച്ചതാണ് നിങ്ങളെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കൽ പോലും എന്റെ മത്സരം കാണാൻ വന്നിട്ടില്ല. ഞാൻ ഓരോ മത്സരവും തോറ്റിട്ട് വന്ന് ഇവിടെ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോഴൊന്നും എന്നെ ആശ്വസിപ്പിച്ചിട്ടുള്ള അമ്മയല്ല, ആ ബുക്കാണ്. പിന്നെ അത് കീറിക്കളയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? അമ്മയോട് സംസാരിക്കാൻ ഞാൻ എത്രമാത്രം ധൈര്യം സംഭരിക്കേണ്ടി വന്നെന്ന് അറിയാമോ? എനിക്ക് ക്ലബിലേക്ക് പോകാൻ അത്ര പേടി തോന്നിയില്ല, അതിനേക്കാൾ കൂടുതൽ ധൈര്യം വേണമായിരുന്നു അമ്മയോട് സംസാരിക്കാൻ. അതാണ് എനിക്ക് നിങ്ങൾ. അച്ഛൻ മരിച്ച ശേഷം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തോന്നാറേയില്ല എന്ന് പറഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഹിജുവിന്റെ വാക്കുകൾ അവളുടെ അമ്മയുടെ കണ്ണ് നിറച്ചിരുന്നു. ഹിജു മുറ്റത്ത് കിടന്നിരുന്ന ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ ഒരു പേജ് കയറിയിരിക്കുന്നത് കണ്ട് അവിടെയെല്ലാം നോക്കുന്നു. ഫൗണ്ടനിലെ വെള്ളത്തിൽ കിടക്കുന്ന പേജ് എടുത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ ഒന്നും മിണ്ടാതെ ഇറങ്ങി ജോലിക്ക് പോകുന്നു. ജോലി സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് അവർ വണ്ടിയിൽ നിന്നൊരു പഴയ ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇത് നനഞ്ഞ പേജ് കൊണ്ടുവന്ന് തേപ്പോട്ടി വെച്ച് തേച്ചുണക്കി റെഡിയാക്കി വെച്ചെങ്കിലും കീറിപ്പോയ ഒരു പേജ് ഒരു തരത്തിലും ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന സ്ഥിതിയിലല്ല. ഈ മാസത്തെ പോക്കറ്റ് മണി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വഴക്കിട്ടാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഇതിന്റെ നഷ്ടപരിഹാരം എങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞ് ഹിതു തലയും കുത്തി കിടന്ന് കരയുമ്പോഴാണ് പേജറിൽ ഒരു മെസ്സേജ് വന്നത്. ഫുൾ ഹൗസിന്റെ ബുക്ക് ഇന്ന് തന്നെ തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഈജിന്റെ വോയിസ് മെസ്സേജ് ആയിരുന്നു അത്. അതുകൂടി ആയപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നു. കഥയിലെ ഓരോ വരിയും ഓർമ്മയുള്ളതിനാൽ അവളൊരു പരീക്ഷണം നടത്തി അതുമായി ആരുമില്ലാത്ത സമയം നോക്കി ബുക്ക് ഷോപ്പിന്റെ ബുക്സ് റിട്ടേൺ ചെയ്യാനുള്ള സ്ഥലത്ത് വെച്ചിട്ട് തിരികെ പോകാം എന്ന് വിചാരിച്ചെങ്കിലും അവളുടെ കണക്കൂട്ടലിൽ തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് വെച്ച ബുക്ക് ആരോ കയ്യിൽ വാങ്ങുന്നു. ഇത് ചക്കായി നിൽക്കുമ്പോൾ ബുക്ക് തിരികെ പുറത്തേക്ക് കൊടുത്തിട്ട് ഇതൊന്ന് പിടിച്ചേ, ഞാൻ വരുവാണ് എന്ന് പറഞ്ഞ് ഷട്ടർ പൊക്കി ഈജിൻ പുറത്തേക്ക് വരുന്നു. നീ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞ് അവൻ ബുക്ക് കയ്യിൽ വാങ്ങുന്നു. കൈയോടെ പിടിക്കപ്പെട്ട കള്ളന്റെ അവസ്ഥയിൽ കൂനി പിടിച്ച് നിൽക്കുകയാണ് ഹീതു. അപ്പോഴും ഒരു വിധത്തിൽ അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അവൻ ബുക്ക് തുറന്നപ്പോൾ തന്നെ കീറിയതും അവൾ വരച്ചു ചേർത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതും കണ്ട് അവൻ അവളെ ഉറക്കെ വിളിക്കുന്നു. പിടിച്ചു നിർത്തിയതുപോലെ ഹീതു നിൽക്കുന്നുണ്ട്. അവനടുത്തേക്ക് ചെന്ന് ബുക്ക് കാണിച്ചിട്ട് ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇത് ഉറക്കെ കരയാൻ തുടങ്ങുന്നു. ഈജിൻ അമ്പരപ്പോടെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കുന്നു. വലിയ വയൽ കരയുന്നതിനിടയിൽ അമ്മ ബുക്ക് വലിച്ചു കീറി. പക്ഷെ തരാൻ എന്റെ കയ്യിൽ കാശില്ല. അപ്പോഴാണ് നീ മെസ്സേജ് അയച്ച് ഇത് തിരിച്ചു തരാൻ പറഞ്ഞത്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാനത് വരച്ചു വെച്ച് ആരും അറിയാതെ വെച്ചിട്ട് പോകാൻ വന്നതാണ്. പക്ഷെ നീ എന്നെ കൈയോടെ പിടിച്ചല്ലോ, എനിക്ക് നാണക്കേട് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞ് അവൾ ഓടുന്നു. കരച്ചിലിനിടയിൽ വാക്കുകളൊന്നും വ്യക്തമല്ലാത്തതിനാൽ അവൾ പറഞ്ഞതിന്റെ പകുതി അവന് മനസ്സിലായുള്ളൂ.
രാത്രി അവൾ വരച്ച പടവും അതിലെ ഡയലോഗും കണ്ട് ഈജിൻ പലതവണ ചിരിച്ചു പോകുന്നുണ്ട്. ഹിതു അടുത്ത ദിവസം വീണ്ടും കോച്ച് യാങ്ങിനെ കാണാൻ പോകുന്നു. ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ആയി വരാൻ ഞാൻ പല മാർഗങ്ങളും ശ്രമിച്ചു നോക്കി, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഇന്നെന്റെ ഫെൻസിങ് സ്കിൽ ഞാൻ കോച്ചിന്റെ മുന്നിൽ കാണിക്കാം. കൊള്ളാമെന്ന് തോന്നിയാൽ എന്നെ ഉറപ്പായും ടീമിലെടുക്കണമെന്ന് പറഞ്ഞ് അവൾ ബാഗിൽ നിന്ന് തന്റെ വാൾ എടുക്കുന്നു. കോച്ച് പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആപ്പിൾ മുകളിലേക്ക് എറിയുന്നു. ഹിതു തന്റെ വാൾ കൊണ്ട് അത് കോർത്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് സംഭവിച്ചത്. കോച്ചിന് അവളുടെ ആ റിയാക്ഷൻ ശരിക്കും ഇഷ്ടപ്പെട്ടു. തന്റെ പ്രകടനത്തിൽ അമ്പരന്ന് നിൽക്കുകയാണ് ഹിതു. ഫസ്റ്റ് ടെസ്റ്റ് പാസ്സായിരിക്കുന്നു. അകത്തേക്ക് വരാൻ പറഞ്ഞ് കോച്ച് അകത്തേക്ക് പോകുന്നു. ഹിതു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പുറകെ ഓടിച്ചെല്ലുന്നു. അകത്ത് ചെന്നിരുന്ന ശേഷം നിന്റെ കയ്യിൽ കാശ് ഉണ്ടോ എന്ന് കോച്ച് ചോദിക്കുന്നു. കോച്ച് കൈക്കൂലി വാങ്ങാറുണ്ടോ എന്ന് ഹിതു ചോദിച്ചപ്പോൾ അവരൊന്ന് പുഞ്ചിരിച്ചിട്ട് കാശുണ്ടോ എന്നല്ലേ ഞാൻ ചോദിച്ചത്, ഉണ്ടെങ്കിൽ എടുക്കാൻ പറയുന്നു. ഹിതു പോക്കറ്റിൽ നിന്ന് ചില്ലറ 6 രൂപ നുള്ളിപ്പുറകെ എടുക്കുന്നുണ്ട്. അത് മതി, ഇങ്ങതാ 3 രൂപ നിനക്ക്, 3 രൂപ എനിക്ക്. ഞാൻ നിന്നെ ഇവിടെ പഠിപ്പിക്കണോ വേണ്ടതെന്നതിന് 50-50 ചാൻസ് ആണ്. നീ കറക്റ്റായി ഗസ്റ്റ് ചെയ്താൽ കാര്യം നടക്കും. ഓക്കെ, ടെസ്റ്റ് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞ് കോച്ച് കോയിൻ കയ്യിലിട്ട് ക്ലിക്കിയ ശേഷം ഒരു കൈ മടക്കി അവൾക്ക് നേരെ നീട്ടിയിട്ട് പറയാൻ പറയുന്നു. ഹിതു അപ്പോഴും ടെസ്റ്റ് എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാകാതെ ഇരിക്കുകയാണ്. കയ്യിൽ ഒറ്റയാണോ ഇരട്ടയാണോ എന്ന് പറയണം. അതാണ് ടെസ്റ്റ് എന്ന് മനസ്സിലായപ്പോൾ അവൾ ഗസ്റ്റ് ചെയ്ത് പറയുന്നു. പക്ഷെ അത് തെറ്റായിരുന്നു. എന്റെ കയ്യിൽ 3 രൂപയുണ്ടല്ലോ, അതിനൊരു ചാൻസും കൂടി തരണം എന്ന് പറഞ്ഞ് അവൾ കാശ് കൊടുത്തിട്ട് ഒന്നുകൂടി അതുപോലെ ചെയ്യിക്കുന്നു. പക്ഷെ ഇത്തവണ ഹിതു ഗസ്റ്റ് ചെയ്തത് തെറ്റി. സെക്കൻഡ് ടെസ്റ്റ് കഴിഞ്ഞു, നീ ഫെയിലായി എന്ന് പറഞ്ഞ് കോച്ച് തിരികെ നടന്നപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞ് ഹിതു കയ്യിലുണ്ടായിരുന്ന സ്റ്റാമ്പും വേറൊരു ബോക്സും കാലിൽ കിടന്ന ഷൂവും ഒരു ടീപ്പോയ്ക്ക് മുകളിൽ വെച്ചിട്ട് എനിക്കൊരു ചാൻസ് കൂടി തരണം എന്ന് പറഞ്ഞ് നിലത്ത് മുട്ടുകുത്തിയിരുന്ന് അപേക്ഷിക്കുന്നു. കോച്ച് അവൾക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇത്തവണയും അവൾ തെറ്റായാണ് ഗസ്റ്റ് ചെയ്തത്. ഹിതു നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങുന്നു. ഇതും ഫെൻസിംഗും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ കോച്ച്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുന്ന കരയുന്നതിനിടയിൽ അവൾ ചോദിക്കുന്നു. ആര് പറഞ്ഞു ബന്ധമില്ല എന്ന്? സ്പോർട്സിൽ മിടുക്കരായതുകൊണ്ട് മാത്രമാണ് അത്ലറ്റ്സ് കളി ജയിക്കുന്നതെന്നാണോ നീ വിചാരിക്കുന്നത്? കഴിവൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും, പക്ഷെ മത്സരത്തിൽ ജയിക്കണമെങ്കിൽ കുറച്ച് ലക്കും കൂടി വേണം. കണ്ടില്ലേ, നിനക്ക് ഒട്ടും ലക്കില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കോച്ചിൽ ലക്കുണ്ടെങ്കിൽ അതായാലും മതി. എനിക്കത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ടെസ്റ്റും പാസ്സായിരിക്കുന്നു. അടുത്ത ആഴ്ച മുതൽ പ്രാക്ടീസിന് വന്നോളാൻ കോച്ച് പറയുന്നു. ഇത് വിശ്വാസപരമായി സത്യമാണെന്ന് ചോദിച്ചപ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ഇവിടെ വെച്ചേക്കണം. ഗെയിം തന്നെയാണെന്ന് ടീപ്പോയിലിരിക്കുന്ന സാധനങ്ങൾ നോക്കി കോച്ച് പറയുന്നു. ഹിതുവിന് അതൊക്കെ നിസ്സാരം, അത്രേ ഉള്ളൂ, ഉറപ്പായും വെക്കാം എന്ന് പറഞ്ഞവൾ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് ഒരു 10 തവണയെങ്കിലും കോച്ചിന് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവൾ പോയ ഉടൻ തന്നെ കോച്ച് ആവേശത്തോടെ അവളുടെ ഷൂ എടുത്ത് കാലിടുന്നുണ്ട്. കോച്ചിന് അര വട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഷൂവിലേക്ക് നോക്കി കിടക്കുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കാറില്ല എന്നാണ് തോന്നുന്നത് എന്ന് കോച്ച് പറയുന്നുണ്ട്. അതിന് കാരണം ഹിതുവിന്റെ അമ്മയും ഈ കോച്ചും പണ്ടേ പരിചയക്കാരാണ്. പരിചയം എങ്ങനെയാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. ഒരു പേരന്റായി നീ എന്റെ മുന്നിൽ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് കോച്ച് പറയുന്നുണ്ട്. ഹിതുവിന്റെ അമ്മ അവളുടെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്കറിയാം അവൾ ഇവിടെ വന്ന് അവളെ സ്റ്റുഡന്റ് ആക്കണമെന്ന് എന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് യാചിച്ചിരുന്നു എന്ന് കോച്ച് പറയുന്നു. അവൾ എന്റെ മകളാണെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് അമ്മ ചോദിച്ചപ്പോൾ നിന്റെ ഭർത്താവിന്റെ മരണ ദിവസം ഞാൻ അവളെ കണ്ടിരുന്നു എന്ന് കോച്ച് പറയുന്നു. നീ എന്നവിടെ ഉണ്ടായിരുന്നു എന്ന് അമ്മ വീട്ടിൽ ചോദിക്കുന്നു. ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ നീ അവിടെ ഇല്ലായിരുന്നു. അവളോട് അടുത്ത ആഴ്ച മുതൽ ക്ലാസ്സിന് വന്നോളാൻ പറയും. നിനക്ക് വേണ്ടിയല്ല ഞാനിത് സമ്മതിച്ചത്, അവളെന്നെ ആകർഷിച്ചത് കൊണ്ടാണ് എന്ന് കോച്ച് പറയുന്നു. ഹിതുവിന്റെ അമ്മ താങ്ക്സ് പറഞ്ഞപ്പോൾ മകൾക്ക് വേണ്ടി എന്റെ അടുത്തേക്ക് വന്നിട്ട് പോലും എന്നോട് ക്ഷമ പറയണമെന്ന് നിനക്കില്ല അല്ലേ? ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണോ നീ വിശ്വസിക്കുന്നത് എന്ന് കോച്ച് ചോദിക്കുന്നു. അങ്ങനെ തന്നെയാണ് വിശ്വാസം എന്ന് ഹിതുവിന്റെ അമ്മ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ പാസ്റ്റിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പായെങ്കിലും എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഹിതുവിന്റെ അമ്മ വീട്ടിലേക്ക് വരുമ്പോൾ റോഡിലൂടെ ഫെൻസിംഗ് വാളും കയ്യിൽ പിടിച്ച് ചാടിത്തുള്ളി പോകുന്ന ഹിതുവിനെ കാണുന്നു. ഷൂസിന് പകരം കവർ കാലിൽ ചുറ്റിയിരിക്കുന്നത് കണ്ട് വണ്ടി നിർത്തിയിട്ട് നിന്നെ ആരെങ്കിലും കൊള്ളയടിച്ചോ എന്നവർ ചോദിക്കുന്നു. അതെ, അതിനെന്താ എന്നവൾ ചോദിക്കുന്നു. നീ വരുന്നെങ്കിൽ വണ്ടിയിലോട്ട് കയറും, നമുക്കൊരു സ്ഥലം വരെ പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഹിതു മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു. എങ്കിൽ പിന്നെ ഞാൻ തന്നെ യൂണിഫോമിന്റെ സൈസ് തിരഞ്ഞെടുത്തോളാം എന്ന് അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ ഹിതു തിരിച്ചെന്ന് എന്ത് യൂണിഫോം എന്ന് ചോദിക്കുന്നു. തയ്യങ് ഹൈസ്കൂളിലേക്ക് പോകണമെങ്കിൽ അവിടുത്തെ യൂണിഫോം ആവശ്യമാണ്. എന്തായാലും ഈ സ്ഥിതിയിൽ നിന്നെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ വണ്ടിയും എടുത്ത് പോകുന്നു. അമ്മ തന്നെ സ്കൂൾ ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിച്ചു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് 2 മിനിറ്റ് കഴിഞ്ഞാണ് ഹിതുവിന് കത്തിയത്. ഞാനും വരുന്നതെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ വണ്ടിക്ക് പുറകെ ഓടുന്നുണ്ട്. പുതിയ സ്കൂളിലേക്കുള്ള ആദ്യ ദിവസം ആവേശത്തോടെയാണ് ഹിതു ഒരുങ്ങിയിറങ്ങിയത്. മുറ്റത്തെത്തിയപ്പോൾ മുകളിലേക്ക് പറന്നു വന്ന പത്രം അവൾ കൈകൊണ്ട് പിടിച്ചിട്ട് ഈജൻ അവിടെ നിന്നേന്ന് പറഞ്ഞ് ഓടിച്ചെന്നെങ്കിലും അവൻ തിരിച്ചു വരുന്നില്ല. അവൻ കേൾക്കുന്നുണ്ട് എന്ന ധാരണയിൽ ഞാൻ സ്കൂൾ മാറി പുതിയ സ്കൂളിലേക്ക് പോവുകയാണ്. എനിക്ക് ഫെൻസിങ് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ല. ഈ പ്രായത്തിൽ മാത്രം കിട്ടുന്ന ആ സ്പെഷ്യൽ റൈറ്റ് ഞാനിപ്പോൾ ആസ്വദിക്കുകയാണ്. അത് നിന്നോടാണ് താങ്ക്സ് പറയാനുള്ളത് എന്നവൾ ഉറക്കെ വിളിച്ചു പോകുന്നു. മറുപടിയൊന്നും കേൾക്കാതിരുന്നപ്പോൾ നീ ഞാൻ പറയുന്ന പോലെ കേട്ടോ, കേട്ടില്ലെങ്കിൽ സാരമില്ല, ഇന്നെനിക്ക് ആരോട് വേണമെങ്കിലും ക്ഷമിക്കാൻ പറ്റും, ഞാൻ അത്രയും ഹാപ്പിയാണ് എന്നവൾ വിളിച്ചു പറയുന്നു. അവൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെങ്കിലും ഈജിൻ അത് അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പതിഞ്ഞ ശബ്ദത്തിൽ അവൻ അവൾക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞ് മുന്നോട്ട് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.